ഗായ്സ്, നമ്മളൊരു യാത്ര പോകാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വീൽ ചെയറാണ് നമ്മൾ പപ്പയ്ക്ക് വേണ്ടി മേടിച്ചത്. കാരണം നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള സ്ഥലമാണ്. കാരണം അവിടെ പപ്പയ്ക്കും മമ്മിക്കും ഒക്കെയാണ്, പപ്പയ്ക്ക് അവിടെ നടക്കാനൊന്നും സാധിക്കാതെ നമ്മളൊരു വീൽ ചെയർ വാങ്ങിയത്. അത് ഓപ്പൺ ചെയ്ത് നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങൾ വണ്ടിയിലെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ ഫ്ലാസ്ക് വയ്ക്കണം അല്ലേ? ഗുഡ് മോർണിംഗ്. ഓക്കെ അല്ലേ? അപ്പോൾ ഉഷാറല്ലേ? പപ്പയ്ക്ക് ഈ ടീഷർട്ടും ഭംഗിയാ. അല്ല, ഷർട്ട് മാത്രമല്ല, പപ്പ എപ്പോഴും ഷർട്ട് മാത്രം ഭംഗി എന്ന് പറഞ്ഞിരിക്കും. എവിടെയാണ് മേഡം? കാണാനില്ലല്ലോ, ഒന്ന് കാണട്ടെ. ആ അമ്മടാ, ഭയങ്കര സെറ്റപ്പാണല്ലോ. താങ്ക് യു. സെറ്റ് ഗോ. ഇപ്പൊ ഇവിടെ നമുക്ക് 3 സൈഡ് കാണാം. ടിൽ ദെൻ ബൈ. നമുക്ക് ഇവിടുന്ന് ഒരു 4-4.5 മണിക്കൂറാ അല്ലടാ കാണിക്കുന്നേ. നമ്മൾ സ്ഥിരം പോണ റൂട്ടോടല്ല പോകുന്നത്. നമ്മളിന്ന് ചെപ്സ്റ്റൗ വഴിയാണല്ലോ പോവാറ് സാധാരണ അല്ലേ? ക്രിസ്റ്റൽ വഴി. പക്ഷെ അത് മൊത്തം ബ്ലോക്ക് കാണിക്കുന്നത്. അപ്പം ഞങ്ങളിന്ന് വേറൊരു വഴി എക്സിറ്റ് എടുത്ത് നമ്മുടെ പഴയ പാലം, മറ്റേ മെയിൻ പാലത്തോടെ അല്ല, പഴയ പാലത്തോടെ നമ്മൾ പോവാണെന്ന്. ഒരു ഹാഫ് ആൻ അവർ നമുക്ക് ലാഭിക്കാം. നമ്മൾ പഴയ പാലത്തോടെ പോവാണ്. അതിൻ്റെ അപ്പുറം നമ്മൾ പോവാറുള്ള സ്ഥിരം പാലം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാൻ പറ്റുന്നില്ല. ഏതാടാ? 7 ബ്രിഡ്ജ്. നമ്മൾ പുതിയ പാലത്തോടെ പോകുമ്പോൾ ഈ പഴയ പാലം കണ്ട് ഇങ്ങനെ നമ്മൾ പറയായിരുന്നു ഒരു വട്ടം ഇതിലൂടെ പോകണമെന്നൊക്കെ. അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ള അവസരം കിട്ടിയത്. എന്തമ്മ? അതെ, ഇവിടുന്ന് വ്യൂ ഭംഗി. കാരണം ഇതിന്റെ അപ്പുറം ഇപ്പൊ നമുക്ക് ആ പാലം കാണാം, കണ്ടോ? അറ്റത്ത് നമ്മൾ പോവാറില്ല. യെസ്, പപ്പയ്ക്ക് ഇവിടെ വന്ന് മമ്മിയുടെ മടിയിൽ കിടക്കണമെന്നുണ്ടാ? മമ്മി കിടത്തു പപ്പനെ? നമുക്കൊരു 15 മിനിറ്റ് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നിർത്താം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല മക്കളെ. വിശക്കുന്നുണ്ടേ. ഡ്രൈവർ സുഖു, താങ്കൾ കത്തിച്ചു വിടാണല്ലോ. ചായ എടുക്കട്ടെ അപ്പൊ? എന്നാ ആണോ? നമ്മ ചുമ ഞങ്ങളിവിടെ ഒരു മെക്ഡിയിൽ ഇറങ്ങി. ഒരു അസ്ഡയുടെ ഉള്ളിലാണ് മെക്ഡി. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 2.25 മണിക്കൂർ യാത്രയുണ്ട്. അമ്മേ ഓക്കെ അല്ലേ? സ്റ്റിക്ക് എടുത്താപ്പാ? എടാ, നമുക്ക് കുട്ടനെ ഇതോടെ ബാക്ക് എടുക്കാം. ഈ സൈഡോടെ ബാക്ക് എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എത്തും. ഇത് വലിയൊരു അവസ്ഥ കേട്ടോ. ചെറുതൊന്നല്ല, വലുതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല അടിപൊളി ഇൻറ്റീരിയർ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് അവർ. ഇപ്പോൾ മെക്ഡി കയറി വരുമ്പോൾ തന്നെ മെക്ഡി നമുക്ക് കാണാം. പക്ഷേ അതിനകത്ത് ടോയ്ലറ്റ് ഇല്ല, അതിന് സെപ്പറേറ്റ് ആണ് ടോയ്ലറ്റ്. പപ്പയമ്മ ആദ്യമായിട്ടില്ല ട്രൈ ചെയ്യാൻ പോണേ മെക്ഡി? കേട്ടിട്ടുള്ളൂ അല്ലേ? ഇന്ത്യയിലും ഉണ്ട്. നമ്മൾ കയറിയിട്ടില്ലെന്ന് മാത്രമേ. ഇത് ഈ ഡ്രസ്സ് സ്വീറ്റിയുടെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് അന്നയും രജിത്ത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. എന്നെ കാണിച്ചില്ല ആരും. എന്നെ കാണിച്ചേ? ഇതും അവർ ഗിഫ്റ്റ് ചെയ്തതാണ്. സൂപ്പറായിട്ടില്ലേ? ആര് പറയും? നമ്മൾ എഗ് മഫിനൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്, കണ്ടോ? നമ്മൾ ഈ സംഭവം നല്ല ഉഷാറ് സാധനം. എഗ് മഫിൻ, നമ്മൾ എഗ് മഫിൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓ നോ പ്രോബ്ലം. No, that's it. Thank you. ഇത് എൻ്റെ ചായ, ഇത് പപ്പയുടെ,
ഇതൊരെണ്ണം പപ്പയ്ക്ക്. ഹലോ, ഞങ്ങളങ്ങനെ ലണ്ടനിലെത്തി. ഞങ്ങളൊരു കാർ പാർക്കിങ്ങിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തു. നമ്മുടെ ലണ്ടനായുടെ തൊട്ടെടുക്കുന്ന ഒരു കാർ പാർക്കാണ്, വാട്ടർലൂ എന്ന് പറയും. ഞങ്ങളുടെ ചർച്ചിലൊരു ചേട്ടൻ പറഞ്ഞറിഞ്ഞൊരു കാർ പാർക്കാണ്. സോജൻ എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ പ്രത്യേകം പേര് പറയാൻ പറഞ്ഞായിരുന്നു വീഡിയോയിൽ. അപ്പോൾ പുള്ളിയാരം പറഞ്ഞങ്ങനെ അറിഞ്ഞ ഒരു കാർ പാർക്കാണ്. നമുക്ക് വളരെ സൗകര്യമായൊരു കാർ പാർക്ക്. അങ്ങനെ കുറേ വണ്ടികൾ വിശാലമായിട്ട് ഇടാൻ പറ്റിയില്ലെങ്കിലും കണ്ടില്ലേ, കുറേ വാനുകളുണ്ട് ഇവിടെ. കാരണം ഇവിടെ കുറേ ലോഡിങ് അൺലോഡിങ് ഏരിയ ആണ്. അപ്പോൾ കുറേ വാനുകളൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്കിവിടെ നമുക്കിവിടെ പ്രൈസ് ടാരിഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 12 hours ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുകയാണെങ്കിൽ 20 പൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ നെറ്റില എത്രയുടെ കാണിച്ചേ? 15 അല്ലേ? 5 മുതൽ 12 മണിക്കൂർ 15. 12 24 മണിക്കൂറാണെങ്കിൽ 20 പൗണ്ട് അല്ലേ? അല്ലെങ്കിൽ 12 മണിക്കൂർ മതിയാവും നമുക്ക് ഇവിടെ വന്ന് ഇഷ്ടം പോലെ. 15 പൗണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബ്ലൂ ലൈറ്റ് കാർഡ് ഇവിടെ അവരെ ആക്സെപ്റ്റ് ചെയ്തില്ല. നമുക്കിവിടെ ഒരു ഓൾറെഡി ബ്ലൂ ലൈറ്റ് കാർഡൊക്കെ ഓൺലൈനിൽ കാണിക്കുമ്പോൾ കൊടുത്തോ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കാണിച്ചില്ല. ഒരു ഹെലികോപ്റ്റർ പോകണുണ്ടോ? അപ്പോൾ എല്ലാം സെറ്റായില്ലടാ? ടോഫി പൊന്നു വേണമെങ്കിൽ എടുത്തോടാ. നമ്മുടെ ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ നമ്മൾ ലണ്ടൻ നഗരം കാണിച്ച അതിൻ്റെ ആസ്വാദനം ഒന്നല്ല. ഇന്ന് പപ്പനും അമ്മേനും ലണ്ടനിൽ കൊണ്ടുവന്ന് പപ്പയ്ക്കും മമ്മിക്കും പറ്റുന്ന രീതിയിൽ ഏതൊക്കെ സ്ഥലങ്ങൾ കാണാൻ സാധിക്കുന്നു ആ സ്ഥലങ്ങൾ കണ്ടിട്ട് പോകാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അങ്ങനെ കുറേ നടന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നില്ല. ഞങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഇതൊരു 4ാമത്തെ വട്ടമല്ലേ കൂട്ടാ നമ്മൾ വന്നേക്കണേ? 4ാമത്തെ വട്ടം. പപ്പയ്ക്കും മമ്മിക്കും വണ്ടി ഞങ്ങൾ വണ്ടി ഓൾറെഡി നമ്മൾ ടൗൺ ഏരിയയുടെ മൊത്തം കവർ ചെയ്തപ്പോൾ നമ്മൾ ഈ സൈറ്റ് സീയിങ് ടൂർ ബസ്സിലൊക്കെ പോകുന്ന പോലെ വണ്ടി ഒരുവിധം കറങ്ങി. അപ്പോൾ ഞങ്ങൾ ആവുന്ന രീതിയിൽ അതായത് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത് ഗ്രാനച്ചിലാണ്. ഗ്രാനച്ച് എന്നല്ലേ പ്രൊണൗൺസ് ചെയ്യുക? ഗ്രാനച്ച്. ഗ്രീൻവിച്ച് അല്ല, ഗ്രാനച്ച് എന്നാണ്. നമ്മൾ പണ്ടല്ല കുറച്ച് ഇന്നലെ ഒരു അബദ്ധങ്ങളായിരുന്നു. പക്ഷേ പിന്നെ അത് മനസ്സിലായി, ഗ്രാനച്ച് എന്ന് നമ്മൾ പറയാം. അപ്പോൾ അവിടെ റൂം എടുത്തിരിക്കുന്നത്. അത് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരലേ എളുപ്പമല്ല. അപ്പോൾ നമ്മളിവിടെ മാക്സിമം എന്തെങ്കിലും കണ്ടു ഒരു 5 മണിയോട് കൂടെ നമുക്ക് റൂമിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മളൊരു Airbnb ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നെറ്റിൽ കണ്ടപ്പോൾ നല്ലൊരു റൂമും ഒരു ഫ്ലാറ്റ് എന്താ. അപ്പോൾ ആ സ്ഥലം അത് വാൻ പാർക്കിംഗ് ആകുമ്പോൾ കണ്ട അവിടെ വെച്ചാൽ വേണ്ട, അവിടെ വാൻ മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടോ, അപ്പോൾ വീൽ ചെയർ എടുക്കണോ? ഓക്കെ ആണോ? നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. അങ്ങനെയാണെങ്കിൽ സോഡ സർബത്ത് മതി. അപ്പൊ ഞങ്ങള് ലണ്ടനായിട്ട് തൊട്ടടുത്താണ് നിൽക്കുന്നത്. പപ്പയ്ക്ക് ഒരു വണ്ടി വാങ്ങി. ഞങ്ങള് ആ വണ്ടി ഞാൻ കാണിച്ചു തരാം. ലണ്ടനായിട്ട് പപ്പയ്ക്ക് ഒരു വണ്ടി വാങ്ങിയത്. പപ്പേ എങ്ങനെയുണ്ട് പുതിയ വണ്ടി? സൂപ്പർ അല്ലേ? നമ്മുടെ ഇഷ്ടത്തിനാ പോവാ. നമ്മുടെ നാട്ടില് പലർക്കും ഇത് കാണുമ്പോൾ ഒരു കളിതമാശക്കായിട്ട് തോന്നും. ഇത് ഒരു പപ്പിക്ക് ഒരു വെർത്താണ്. കാരണം നമുക്ക് പപ്പിയും വീൽചെയറിലിരുന്ന് പോകാൻ ഒരു മടിയുണ്ട്. നമ്മൾ മടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാര്, ചെറുപ്പക്കാർ വരെ ഇവൻ കാലും എന്തെങ്കിലും ഫ്രാക്ചർ പറ്റി കഴിഞ്ഞാൽ അവര് വീൽചെയറിലാണ് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുന്നത്. അപ്പൊ ഞാൻ പപ്പോട് പറഞ്ഞു, പപ്പ പോത്തില്ലപ്പാ. ഞാൻ പപ്പോട് പറഞ്ഞു, പപ്പ ഇങ്ങനെ ചമ്മലൊന്നും വിചാരിക്കണ്ട, പപ്പ എത്ര പേര് ഇവിടെ യൂസ് ചെയ്യണു, പപ്പ ധൈര്യമായിട്ട് വീൽ ചെയറിലിരിക്കുന്നൊക്കെ പറഞ്ഞു. കാരണം നമുക്കും അതൊരു ഉപകാരമായിരിക്കും. ഇല്ല നമുക്കും അതൊരു ഉപകാരമായിരിക്കും. കാരണം പപ്പ വളരെ പതിയല്ല നടക്കുന്നത്. അപ്പം നമുക്കിതാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് പപ്പനെ കൊണ്ട് അങ്ങോട്ടും കൊണ്ട് നടക്കും ചെയ്യാം. പപ്പിയാണെങ്കിൽ അതൊരു ആശ്വാസമാവും ചെയ്യും. അപ്പൊ സ്ട്രെയിൻ എടുത്ത് നടക്കണ്ടല്ലോ. ഈ പറഞ്ഞ കാർ പാർക്ക് നല്ല അടിപൊളി സ്ഥലമാട്ടോ കൂട്ടാ. വാട്ടർലൂ വളരെ അടുത്ത്, നല്ല അടിപൊളി. താങ്ക് യു മമ്മി. ലണ്ടൻ ഇഷ്ടമായാ? നല്ല ഇഷ്ടമായ അമ്മ? മമ്മിക്ക് ഈ സാധനത്തിൽ ഞങ്ങൾ കയറണമെന്ന് ചോദിച്ചു. മമ്മി ആദ്യം വീട്ടിൽ വെച്ചിട്ട് പറഞ്ഞ എന്താ കൂട്ടാ കയറാന്ന്. ഇവിടെ എത്തിപ്പെട്ടല്ലോ പറയാ, മോളെ എനിക്ക് ഇവിടെ ഒരിടത്തും കയറണം, നമുക്ക് ഫോട്ടോ എടുത്തിട്ട് പോവാന്ന്. മമ്മിക്ക് ഹൈറ്റ് കണ്ടപ്പോൾ പേടിയായി. ഞങ്ങൾ പറഞ്ഞു, പക്ഷെ എന്നാലും മമ്മിക്ക് അത് കണ്ടപ്പോൾ പേടിയായി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് റിവർ ക്രൂസ് ചെയ്യുന്നുണ്ട്. റിവർ ക്രൂസ് ചെയ്തിട്ട് ഞങ്ങൾ നമുക്ക് കിടന്നാലോ?
എടുക്കട്ടെ. ആ വണ്ടി എവിടെ മോട്ടാ റിക്ഷ ബാ റൈറ്റിലേക്ക് എടുക്കണം, പിന്നെ റൈറ്റിലേക്ക് പാടാം. ഇവിടെ ഈ ലണ്ടനിലുണ്ടല്ലോ ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ഭയങ്കര റഫാട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ്, സിഗ്നലൊന്നും ഇടാതെ അങ്ങോട്ട് കട്ട് ചെയ്യും ഇങ്ങോട്ട് കട്ട് ചെയ്യും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ വെയിൽസ് വന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ലണ്ടനില്. ഇത് എന്നാ സാധനം നമ്മൾ ഇത്ര അകലെന്ന് അല്ല ഇത്ര ഈ ഒരു വ്യൂല് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഒരു ഫോട്ടോ എടുത്ത് ഓർമ്മയില്ലേ ആദ്യം വന്നപ്പോ? നമ്മളന്ന് പ്രോപ്പർ വിന്ററിലാണ് പിന്നെ വന്നേ. അതെ, ഫെബ്രുവരിയിൽ ആദ്യം വന്നപ്പോ. അതെ മമ്മി, ഇത് കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ഭയങ്കര സ്പീഡിൽ ഇറങ്ങും. പിന്നെ മമ്മി താഴെ നിന്നാലും മമ്മി ഈശോ എന്നെ തിരക്കാൻ നോക്കിയാ നിങ്ങള്. എന്നാ വലിയ തിരക്കൊന്നും പറയല്ലേ, കാരണം ഈ ഇവിടെ കെട്ടിരിക്കുന്ന ഇത് കണ്ടോ, ഇതൊന്നും ഫുള്ളല്ല. സാധാരണ ഇത് മൊത്തം ഫുള്ളാവാറുണ്ട്, ഇങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കാറുണ്ട്. ഇപ്പം അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്ന ആൾക്കാർ. വലിയ തിരക്കില്ല, ഇന്ന് മൺഡേ ആയതുകൊണ്ടായിരിക്കും. ഇന്നിപ്പോൾ വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. അയ്യോ അവരവിടെ പോയി. നമുക്കിവിടെ സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല, അപ്പോൾ നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് വഴി പോകാനാണ്. നമുക്ക് ലണ്ടനായിട്ട് വന്നിട്ട് ഫോട്ടോ എടുത്തില്ലടാ, ഇവിടെ നിന്ന് എടുക്കണ്ട വരണം. എടുക്കാം. അപ്പം അമ്മ ഇവിടെ നിൽക്ക്, ഞാൻ ഫോട്ടോ എടുക്കാം. ശരിക്കുള്ള സ്പോട്ട് നമ്മൾ അവിടെ നിന്ന് അച്ഛൻ പറഞ്ഞത് ശരിയാണ്, വരുമ്പോഴായിരുന്നു. പപ്പയും മമ്മിയും കൂടെ ബിഗ് ബെന്നിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ് അവിടെ നിന്നിട്ട്. തേംസ് റിവറിൻ്റെ ഭംഗിയും. പപ്പ തേംസ് റിവർ ഇതുപോലെ കലക്കവെള്ളാന്ന് വിചാരിച്ചിരുന്ന, നല്ല ക്ലിയർ വാട്ടറാന്ന് വിചാരിച്ചല്ലേ? അടിയിലത്തെ മണ്ണ് കലങ്ങി അല്ല, ഇത് എപ്പോഴും ഇങ്ങനെയാ, ഈ വെള്ളം എപ്പോഴും ഇങ്ങനെയാ. മെയിൻലി എനിക്ക് തോന്നുന്നു ബോട്ടുകളൊക്കെ ഏത് നേരവും പോകുന്നോണ്ടൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ലടാ പെണ്ണു. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ ഫുൾ ടൈം ബോട്ടുകൾ ഇതുപോലെ പോകണമല്ലേ. ഇത് എന്തോ ഇതിന്റെ താഴെ ചെളിയോ അങ്ങനെ എന്തോ അങ്ങനെ ആയിരിക്കും. ഇത് ഫുൾ മധുര അല്ലേ? ഇത് മധുരം കോട്ടിങ് അത് കണ്ടാവാ. ക്യാഷ് ഓർ കാർഡ്? അമ്മേ ഇപ്പം തന്നെ വേണേ. അപ്പം നമ്മുടെ ലണ്ടനായി ആൻഡ് ബിഗ് ബെൻ. നമ്മൾ ഈ ഒരു പാലത്തോടെ നടക്കാന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രസമല്ലേ. അതുപോലെ നമ്മുടെ ടവർ ബ്രിഡ്ജിൻ്റെ മേലോടെ നടക്കാനും ഒരു പ്രത്യേക രസമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ മലയാളീസിനെ നമുക്ക് കാണാം. കാരണം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണല്ലോ ലണ്ടൻ എന്ന് പറഞ്ഞു. മലയാളികൾ മാത്രമല്ല, ഇഷ്ടംപോലെ ഏഷ്യൻസ് ഉണ്ട് ഇവിടെ. തിങ്കളാഴ്ച ആയിട്ട് എന്ത് തിരക്കല്ല, ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷയില്ല കേട്ടോ. അത് വല്ലാത്തൊരു തിരക്കായി പോയി. ഇവിടുന്ന് നേരെ ടവർ ബ്രിഡ്ജ് പോകാട്ടോ. ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ ടവർ ബ്രിഡ്ജിൽ നമുക്ക് ഊബർ എടുത്ത്, ഐ മീൻ ബോട്ട് എടുത്ത് ഇങ്ങോട്ട് വരാം. അപ്പം അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ യെസ് നമുക്ക് പോവാം. എനിക്ക് എവിടെയെങ്കിലും മൂത്രം ഒഴിക്കണം പൊന്നെ, ഭയങ്കര മൂത്രശങ്കയായി. അതിന്റെ ഉള്ളില് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അവിടെ ഉണ്ടാവും അല്ലേ? അമ്മേ ഡ്രൈവിംഗ് ടെസ്റ്റ് ഫെയിലായി. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ ഒരു ചാനലുണ്ട്, അപ്പോൾ അപ്പച്ചനെ അതിലും കാണാൻ പറ്റും. അവനെ മൈക്ക് കൊടുത്തടാ അപ്പച്ചനെ. അപ്പച്ചൻ ഇവിടെ വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? UK ഇവിടെ 10 വർഷമായി. 10 വർഷമായി അല്ലേ? 10 വർഷം അപ്പച്ചൻ ഇങ്ങനെ തന്നെ ഈ പാലത്തിലും ലണ്ടൻ ബ്രിഡ്ജിലും അവിടെ പോയി. വെസ്റ്റ് മിനിസ്റ്റർ ബ്രിഡ്ജ് പാർലമെന്റ് കീഴെ. ഓക്കെ ഓക്കെ. മറ്റേ ലണ്ടൻ ബ്രിഡ്ജ് കുറെ 3-4 മൈൽ അപ്പുറത്ത് അവിടെ ഇതുപോലെ ഉണ്ടല്ലേ? അപ്പച്ചനെ കണ്ടതിൽ സന്തോഷം. അപ്പച്ചൻ നമ്മുടെ ചർച്ചിലേക്ക് കൂടുന്ന കെസിയുടെ അപ്പച്ചനാണ്. അപ്പച്ചൻ എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് പേ ആണ്.
അപ്പോൾ കെസിയെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പച്ചൻ സുവിശേഷം ലണ്ടനിൽ പോയി പറയാറുണ്ടൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പച്ചനെ കാണാൻ പറ്റിയ ഒത്തിരി സന്തോഷം. അപ്പച്ചന് 80 വയസ്സായി, എന്നാലും ഇവിടെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും. ഒത്തിരി സന്തോഷം അപ്പച്ച. ഇത് ചെയ്യാൻ കാരണം ഈ പാലത്തെ കൂടെ പാർലമെന്റിന്റെ ചുവട്ടിലെ ഈ പാലത്തെ കൂടെ 2 ലക്ഷം പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഓൾ ഓവർ ദ വേൾഡ്. ബ്രസീല്, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ഇറാഖ്, അങ്ങനെയുള്ള എല്ലാ ലോകത്തിന്റെ ചുറ്റും ഉള്ള 24 രാജ്യങ്ങളിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടല്ലേ. പക്ഷെ ഒരു 90% പേർക്ക് പോലും യേശു ഉണ്ടെന്നോ യേശു അറിയത്തില്ല. അവരെ നമ്മൾ രക്ഷിക്കപ്പെടുക, സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങാൻ അറിയിക്കുകയാണ് നമ്മുടെ ദൗത്യം. അത് 10 വർഷമായി ചെയ്യുന്നു. അത് നമ്മൾ അവരെ അറിയിച്ചില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാ വചനപ്രകാരം. അതുകൊണ്ട് ചെയ്യാം. അപ്പൊ ഞാൻ പോക്കോട്ടെ എന്നാ. തീർച്ചയായിട്ടും കാണാട്ടോ പച്ച. ശരി എന്നാ, ബൈ. ശരി പച്ച. കെസിയ നിന്റെ അപ്പച്ചനെ ഞങ്ങൾ കണ്ടു കേട്ടോ. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പച്ചനെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം, ഒത്തിരി വിഷമം. അനേകർക്കൊരു മാതൃകയാണ്. ഡ്രൈവർ ചേഞ്ച് ആയി. ഇപ്പോൾ അച്ചാച്ചനാണ് പപ്പേനെ കൊണ്ടു നടക്കുന്നത്. അച്ഛാ, ഇതുപോലെ ഒരു സമ്മർ ദിവസം നമ്മളിങ്ങനെ യാത്ര ചെയ്തിട്ടില്ല അല്ലേ? അതെ, നല്ല ചൂട്. അതും ഒരു പുതിയ വണ്ടിയില്, ബെൻസില്. മമ്മി പിന്നാലെ തന്നെയുണ്ട്. മമ്മിക്ക് ലണ്ടൻ ഇഷ്ടമായോ? നമുക്ക് എത്ര നടക്കാൻ ഞാനാ എത്തും, കുറച്ചുകൂടി ഉള്ളു. ഓക്കെ. ഞങ്ങളിവിടെ അങ്ങനെ ടവർ ബ്രിഡ്ജ് റോഡിൽ വന്നിങ്ങനെ ഇറങ്ങി. പപ്പയ്ക്ക് വീൽ ചെയർ എടുത്ത് വളരെ ഉപകാരമായിട്ടോ. പപ്പ നടന്ന് ക്ഷീണിച്ചു. അപ്പോൾ പിന്നെ വീൽ ചെയറിൽ ഇങ്ങനെ ഇരിക്കും, പിന്നെ ഇടയ്ക്ക് നടക്കും. അമ്മ ഓക്കെ അല്ലേ അമ്മ? ചൂടില്ലേ ഇപ്പൊ? നല്ല ചൂടാട്ടോ. അമ്മ അമ്മയെ കുടിച്ചോ? മൊത്തം കുടിച്ചോ? മമ്മി അവിടെ നിന്ന് മാറിക്കിടാൻ പറ്റും, സൈക്കിൾ റൂട്ട് അത്. അതും കളഞ്ഞോ ഗായ്സ്? ആളെ മാറ്റി. ഇപ്പൊ ഞാനാ ഇരിക്കണ. ഇത് നല്ലതാട്ടോ, ക്ഷീണാവുമ്പോ ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. നോക്കിയടാ ഷാഡ് നോക്കിയേ, സൂപ്പറാട്ടാ. സൂപ്പറായില്ലേ? നീ മുന്നേ ഇരിക്കണോ കുറച്ചു നേരം? വേണ്ട വേണ്ട. പപ്പ പറയാ അയ്യോ എന്റെ വണ്ടി പിള്ളേർ ഉന്തി കിടക്കാനുള്ളൂ. അതെ എടാ, ഇതൊക്കെ റെന്റ് ആയിരിക്കും കൂട്ടാ. അവിടെ ഒരു ആളിരിക്കണോ കേടാ. പുള്ളിക്കാർക്ക് ലണ്ടൻ ഈ ബ്രിഡ്ജ് കണ്ടുകൊണ്ട് അടുത്തുണ്ടാവും. എന്നാ റെന്റായിരിക്കും അറിയാം സാധനം. പിന്നെ മേലൊക്കെ ഫ്ലാറ്റുകളാ. കുറഞ്ഞൊരു 10,000-2,000 പൗണ്ട് ഉണ്ടാവും അല്ലേ മാസം? എന്തായാലും ഉണ്ടാവും. നമ്മളന്ന് സ്വീറ്റിയുടെ ബർത്ത്ഡേ ഇവിടെ വെച്ചാട്ടോ നമ്മൾ ആഘോഷിച്ചത്. ആ ഒരു കോർണറിലൊരു സ്റ്റോൺ ഉണ്ട്, അതിൻ്റെ മേലെ നമ്മളിങ്ങനെ കേക്കെല്ലാം വെച്ച് നമ്മൾ ഈ അടിപൊളി ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചത്. രാത്രി ആകുമ്പോൾ കുറച്ചുകൂടി തിരക്കുണ്ടാവും. ഈവനിങ് ടൈം ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. നമ്മളങ്ങനെ ടവർ ബ്രിഡ്ജ് കണ്ടു. ടവർ ബ്രിഡ്ജ് കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരണം. നമുക്ക് റിവർ ക്രൂസ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇവിടെ വന്നിട്ട് വേണം നമുക്ക് റിവർ ക്രൂസ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ ഞങ്ങളിവിടെ ഒരു തായ് റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട്. നമ്മുടെ റോസാസ് തായാണ്. അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് എല്ലാം നോക്കിയപ്പോൾ കുറച്ച് അകലെ, വീണ്ടും ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വിശപ്പുള്ള നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. സമൂസ, ചിക്കൻ റോളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിച്ചു, പഴം മേടിച്ച് കഴിച്ചു. അപ്പോൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടന്ന ആ സ്ഥലത്തും. തല ഇറങ്ങണ്ടമ്മ? നമുക്ക് ചെറിയ തല ഇറങ്ങിയിട്ടുണ്ട്. ശരി, ഞാനിവിടെ നടക്കാം. അപ്പോൾ ഇതാണ് റോസാസ് തായ്. നമ്മൾ ഇതിനകത്ത് കയറാനാണ് ഉദ്ദേശിക്കുന്നത്. പപ്പയ്ക്കും മമ്മിക്ക് ഫുഡ് ഇഷ്ടമാകും എന്ന് 100% ഉറപ്പ് എനിക്ക് പറയാൻ സാധിക്കില്ല. നല്ല ഇഷ്ടമാവുമ്മ. പോവണ്ടമ്മ? നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് ടവർ ബ്രിഡ്ജ് കാണാം. വാമ്മ.
This is Rosa's Thai. Could you please bring one more roti, please? Thank you. Plate two plates. ഇത് ഗ്രീൻ കറി, ഇത് റെഡ് കറി, തൃശ്ശൂർ കറി, അതുപോലെ ഇത് ജാസ്മിൻ റൈസ്. Thank you. Can we have cutleries as well? എന്താണ് പറഞ്ഞത്? This is stir-fried basil and chicken rice, with fried eggs. ഓക്കെ. ഞങ്ങളങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. 77 പൗണ്ടല്ല നമ്മുടെ ബില്ല് വന്നടാ. 77 പൗണ്ട് നമ്മുടെ ബില്ല് വന്നേ. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കാർഡിഫ് നിന്നൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളും നല്ല അടിപൊളി ഫുഡായിരുന്നു. പപ്പിക്കും മമ്മിക്കും ഇഷ്ടമായി, 100% ഇഷ്ടമായി എന്ന് പറയാൻ പറ്റില്ല അല്ലേ അപ്പേ? പിന്നെ ഇവിടുത്തെ ഭക്ഷണം ഇഷ്ടമായി. ഇപ്പോൾ ഷെയറായില്ലേ ഈ കാറ്റ്? ഇപ്പോൾ വൈകിട്ട് കുറച്ച് റിവർ ക്രൂസിന് പോകട്ടോ. ഞങ്ങൾ ഇവിടുന്ന് നമുക്കൊരു 10 മിനിറ്റ്സ് നമ്മൾ അങ്ങോട്ട് നടന്ന് നമ്മുടെ റിവർ ക്രൂസിൻ്റെ സ്ഥലത്ത് നമ്മൾ സിറ്റി റിവർ ക്രൂസാണ് ചെയ്യുന്നത്. നമുക്കവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ അഡ്വാൻസ് ബുക്കിംഗ് ഒന്നും ചെയ്തില്ല, കാരണം നമ്മൾ ബ്ലൂ ലൈറ്റ് കാർഡ് വെച്ച് അപ്ലൈ ചെയ്യാൻ നോക്കിയിട്ടൊന്നും അത് നടന്നില്ല. സോ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. എന്തായാലും അവൈലബിൾ ആയിരിക്കും, നമുക്ക് സ്ലോട്ട് കിട്ടുമെന്ന് വിചാരിക്കണം. എന്തായാലും വീൽ ചെയർ എടുത്ത് വളരെ ഉപകാരമായി. നമുക്ക് വീൽ ചെയറിൽ കാരണം കുറേ കാര്യങ്ങൾക്ക് ഒരു സൗകര്യമായി. എത്ര നമ്മുടെ സ്ലോട്ട് കിട്ടിയിരിക്കുന്നത്? 5 മണിക്ക്, 5:15 ബോട്ട് എടുക്കും. 5 മണിക്ക് നമ്മൾ അവിടെ. ഇപ്പോൾ 4:30 ആയിട്ടുള്ളൂ, ഒരു 3/4 മണിക്കൂറുണ്ട്. സംസാരിക്കാം. മമ്മി ടയർഡായി അമ്മ? ഷെയറല്ലേ? ഇത് നല്ല ചൂടായതുകൊണ്ട് 28-29 ഡിഗ്രീസാണ് ഇവിടെ. അതെ, ഭയങ്കര ഇല്ല അമ്മ, കുഴപ്പമില്ല അമ്മ. അങ്ങനെ പൊട്ട വേസ്റ്റ് ഒന്നും ഫ്രൈ ചെയ്യാം. അയ്യോ കറുത്തു പോയി, കറുത്തു. വെളുത്ത ആൾക്കാർക്ക് കറുത്ത ആൾക്കാർക്ക് പ്രശ്നമില്ല. റിവർ ക്രൂസിന് പോകണം. ഇവിടെ നല്ലൊരു ലോങ് ക്യൂ ഉണ്ട്. ഒരു ടീം മൊത്തം ഇവിടെ വന്നിട്ടുണ്ട്, ഒരു 100 പേരായിട്ട്. ഞങ്ങൾക്ക് 4 പേരും കൂടെ വന്ന് 54 പൗണ്ടാണ്. നമ്മുടെ ബ്ലൂ ലൈറ്റ് കാർഡൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല, അതിപ്പോൾ ചെയ്യുന്നില്ല എന്ന് അവർ പറഞ്ഞ്. നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ചെയ്തിരുന്നു, ഇപ്പം ഇല്ല. പപ്പ മമ്മിക്കുട്ട ടയർഡായല്ല എൻ്റെ അമ്മ? ചെറുതായിട്ടായെന്നറിയാം. ഞങ്ങൾ ടയർഡായി. എവിടെയും പറയണം. ഇത് മൊത്തം ഈ ബോട്ടിൽ കയറാനുള്ള ആൾക്കാരമ്മ. ഇത് മൊത്തം അതിനകത്ത് കയറാനുള്ള ആൾക്കാരാ. നമ്മുടെ ഫ്ലൈറ്റ് ഓൺ ടൈം അല്ല, ഫ്ലൈറ്റ് അല്ല സോറി, ബോട്ട് ഓൺ ടൈമാണ്. 5 മണി കറക്റ്റ് ഇവിടെ വന്നു. അപ്പോൾ ആൾക്കാരെ കയറ്റി തുടങ്ങി. ഇനിയൊരു 10 മിനിറ്റിനുള്ളിൽ സംഭവം മടങ്ങും. നമ്മുടെ റിവർ ക്രൂസിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മളങ്ങനെ റൂമിലേക്ക് പോവാണ്. നമ്മുടെ റൂമിലേക്ക് പോകാൻ ഒരു 10-45 മിനിറ്റ് റൂമിലേക്കുണ്ട്. ഭയങ്കര ടയർഡെന്ന് പറഞ്ഞു, ഭയങ്കര ടയർഡായിട്ടോ. കാരണം നല്ല വെയിലും നല്ലൊരു ചൂടായിരുന്നു. കാരണം വല്ലാത്തൊരു അവസ്ഥയായി. ഇപ്പോൾ വണ്ടി എടുക്കുന്നിടത്തേക്ക് ഒരു 10 മിനിറ്റ് നടക്കണം. അതിന് നമ്മൾ നേരെ റൂമിലോട്ട് പോവാം. ഞാൻ റൂമെത്തി, റൂമെല്ലാം കാണിച്ചു തന്നിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കും. നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി. ഇന്ന് വീട്ടിൽ പോവാ, കുളിക്കുക, ഒരൊറ്റ കിടപ്പ് കിടക്കുക അല്ലടാ. സ്വന്തം വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോയിട്ട് ഞങ്ങൾ വീട് കാണിച്ചു തന്നിട്ട് ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും.
മമ്മിയെ ഓക്കെ അല്ലേ? ഇവിടുന്ന് ഒരു 40 മിനിറ്റ് ഉണ്ട് ഡ്രൈവ്. അയ്യോ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ. നമ്മളൊരു ഇത് കണ്ടില്ലേ, ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, മൊത്തം ഫ്ലാറ്റുകളാണ് ഈ ഭാഗത്ത്. നല്ല രസമുണ്ട് കാണാൻ, നല്ല പോഷ ആൾക്കാർ താമസിക്കുന്ന ഒരിടമാണ്. ഞങ്ങൾ അങ്ങനെ ഒന്നും അറിഞ്ഞുകൊണ്ട് റൂം എടുത്തല്ല. നേരെ കാണുന്നത് തേംസ് റിവറാണ്. റിവറിൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് റൂം കിട്ടിയിരിക്കുന്നത്. റൂം എന്ന് വെച്ചാൽ Airbnb ആണ്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാൻ. അഭിമാനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇവിടെ. നമ്മളും ഇങ്ങനെയും പ്രതീക്ഷ ഒന്നല്ല. ഇവിടെ കുറേ പേരൊക്കെ താമസിക്കുന്നുണ്ട്. പിന്നെ പല വീട്ടുകാരും ഇവിടെ താമസിക്കുന്നില്ല. അപ്പോൾ അവർ ആ വീട് ഇങ്ങനെ Airbnb ആയിട്ട് കൊടുക്കാണ് അവർക്ക്. ആ സൈഡാണോടാ? അവിടെയാണോ? ഓക്കെ, അതിൻ്റെ ഉള്ളിലാന്നമ്മ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഞാനൊരു ഹോം ടൂർ നമുക്ക് ചെയ്യാം. അതോടെ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുന്നതാണ്. 2 പട്ടിക്കുട്ടികൾ നോക്കി അവിടെ. ഇവിടെ നടക്കാനൊക്കെ രസം കേട്ടോ. ഇവിടെ ഉണ്ടല്ലേ നല്ല എനിക്ക് ഇഷ്ടമായി ഈ ഭാഗം കേട്ടോ. പിന്നെ അല്ലേ, കുറേ ഇന്ത്യൻസ് ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ ഭാഗം കണ്ടോ, നല്ല രസമുണ്ട് ഈ ഭാഗം കാണാൻ. കണ്ടാ, ഇവിടെ മൊത്തം നമുക്കൊക്കെ മോർണിംഗ് വാക്കും ഈവനിങ് വാക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ മനോഹരമായ സ്ഥലം. ഇവിടുത്തെ തേംസ് നദിക്ക് അത്ര അഴുക്കെന്ന് പറയില്ല. ഇതാണ് നമ്മുടെ താമസിക്കുന്ന സ്ഥലം. പോലെ ബാൽക്കണിയൊക്കെ ഉണ്ട്. റൂമെല്ലാം നമുക്ക് ഇട്ടിരിക്കുന്നത് റിവർ ഫേസിങ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് കലാപരിപാടികളുണ്ട്. കൂട്ടാ നമ്പർ അടിക്കാനല്ലടാ നമുക്ക്. നമ്മൾ റൂമിലേക്ക് കയറാണ്. ലൈറ്റ് എവിടെ? നമുക്ക് സീ ഫേസിങ് അല്ല, ഇത് നമുക്ക് ബാക്ക് ഫേസിങ് ആണ്. അതെ, ഇത് നമ്മുടെ കിച്ചൺ അടിപൊളിയാണല്ലോ. കിച്ചൺ സൂപ്പറാണല്ലോ. നമ്മൾ ലൈറ്റ് ആക്കിയിട്ടുണ്ട്. അത് ഹീറ്ററാണ്. ടോയ്ലറ്റ് ആണല്ലോ പിന്നെ. ഓ, അപ്പോൾ ഇതാ ടോയ്ലറ്റ്. അപ്പാ നല്ല വിശാലമായ ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ. നമുക്ക് കുളിക്കാനും എല്ലാ കാര്യങ്ങളും സാധിക്കും ഇതിനകത്ത്. ഇതാണ് നമ്മുടെ മറ്റേ റൂം. ഈ റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടാണ് ഫേസിങ്. നമുക്ക് അങ്ങോട്ടേക്കല്ല, സീ വ്യൂ അല്ല. എനിക്ക് വിഷമായി തോന്നുന്നു. ഇതും ഒരു ബെഡ്റൂമാണ്. നമുക്ക് ഏത് റൂം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതും ഒരു ബെഡ്റൂമാണ്. നല്ല ഞങ്ങളങ്ങനെ ചായ ഉണ്ടാക്കും. ചായയല്ല, കാപ്പി. അല്ല കൂട്ടാ, കാപ്പി ഉണ്ടാക്കാണ്. എല്ലാവരും നല്ല ടയർഡായിട്ടോ. ഒന്നാമത്തെ വെയിൽ കൊണ്ടിട്ടാണ് എല്ലാവരും വയ്യാണ്ടായത്. മമ്മിയും എല്ലാവരും വയ്യാണ്ടായി. അങ്ങനെ വീഡിയോ ഇന്നത്തെ ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതായത് ഇന്നത്തെ ഒരു വീഡിയോ. അങ്ങനെ ലണ്ടനിൽ പോയാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ഒന്നല്ലായിരുന്നു. ജസ്റ്റ് പപ്പയും മമ്മിയും കൊണ്ട് ലണ്ടൻ കാണിക്കുക. ലൈക്ക് എന്താ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ വ്യൂ ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ച് കിട്ടുന്നു. പക്ഷേ കിട്ടിയില്ല ഗൈസ്. നമുക്ക് ബാക്ക് സൈഡിലുള്ള റൂമാണ് കിട്ടിയേ. കുഴപ്പമില്ല, ഒരു നൈറ്റിൻ്റെ കാര്യമില്ലല്ലോ. അപ്പം ഇനി രാത്രി ഇവിടെ ഒക്കെ വന്നിരിക്കാം. രാവിലെയൊക്കെ ഇവിടെ നടക്കാം. രാവിലെ ഞങ്ങൾ ഗ്രെനിച്ചിലുള്ള കുറച്ച് സ്ഥലം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് നോർത്താംപ്റ്റൺ പോകും. ഞാൻ വണ്ടിയിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ തിരിച്ച് വണ്ടിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. രാത്രിക്കുള്ള ഫുഡ് എടുത്തിട്ടില്ല. ഞങ്ങൾ കുറച്ച് നാനും പിന്നെ ഫ്രോസൺ കുറച്ച് ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വണ്ടി എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ അതായത് ഇന്നത്തെ വീഡിയോ. നേരത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ വേറെ ആവശ്യം വന്നപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും